ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സിജു സുഗതൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, ഈ ഒരു വയനാട് ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോരുത്തരുടെയും ജീവിതത്തെ അത്രയധികം ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു. അത് വളരെ വ്യക്തമായി കേന്ദ്രം ആവശ്യപ്പെട്ട എല്ലാവിധ കണക്കുകളോടും കൂടി നമ്മൾ കേരളം കേന്ദ്രത്തെ അറിയിച്ചതാണ്. എന്നിട്ടുകൂടിയും ഇത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മാനദണ്ഡങ്ങൾ പ്രകാരം ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 3 മണിക്കൂറിലേറെ വയനാട്ടിൽ ചെലവഴിച്ചു. 300-ലേറെ ആളുകൾ മരിച്ച വലിയ ദുരന്തം, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. അതിന് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ, അതായത് ഇതിന് സമാനമായി തന്നെ വളരെ ചെറിയ ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഹിമാചൽ പ്രദേശിലടക്കം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കോടികൾ, ബീഹാറിലും ഗുജറാത്തിലും അടക്കം വലിയ തരത്തിൽ കോടികൾ പിറ്റേന്ന് തന്നെ അനുവദിച്ച കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായ ഈ വലിയ ദുരന്തത്തിന് മാനദണ്ഡങ്ങൾ പ്രകാരം നൽകാനാകില്ല എന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായ വിരോധമാണ്, കേരളത്തോടുള്ള വിരോധമാണ്, രാഷ്ട്രീയ വിരോധം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും 3 മണിക്കൂറിലേറെ അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അന്ന് തന്നെ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ 1200 കോടി രൂപയുടെ നഷ്ടം പ്രാഥമികമായ കണക്കുകൾ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വീണ്ടും 3 തവണയാണ് സംസ്ഥാന സർക്കാർ നിവേദനവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഇത് വളരെ വിസ്തൃതമായ വളരെ ഡീറ്റെയിൽഡായ ഒരു പട്ടിക ഇത് സംബന്ധിച്ച് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടില്ലെന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ വാദം. ഹൈക്കോടതിയിൽ തന്നെ 2 ആഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിക്കാമെന്ന് കേന്ദ്രം ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്ന നിലപാടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയും ചെയ്തു. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. ഇപ്പോഴും പലരുടെയും മൃതദേഹങ്ങൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യം, അത്രയ്ക്ക് വലിയൊരു ദുരന്തമായി മാറിയ ഈ ദുരന്തത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് രാഷ്ട്രീയ വൈരം അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്.